സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പരിശോധന കർശനമായി നടത്തണം എന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആശുപത്രിക്കാണ് ആരോഗ്യവകുപ്പ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഫീദ്, രാജ്യത്ത് തന്നെ കോവിഡ് കേസുകൾ വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോവിഡ് പരിശോധന വീണ്ടും കർശനമാക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും കോവിഡ് പരിശോധന നടത്തുക? എന്താണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം? കേരളത്തിൽ നിലവിൽ ഇപ്പോൾ 1416 ആക്റ്റീവ് കോവിഡ് കേസുകളാണ് ഉള്ളത്. ജനുവരി വരെ 9 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തലനുസരിച്ച് വിദേശ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN കോവിഡ് ലക്ഷണങ്ങളുമായി എത്തുന്ന രോഗികൾക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരിശോധനകൾ കർശനമാക്കിയിരിക്കുന്നത്. ഒമിക്രോൺ വകഭേദമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. വലിയ ആശങ്കയുടെ സാഹചര്യം നിലനിൽക്കുന്നില്ല. അതേസമയം തന്നെ പരിശോധനകൾ കർശനമാക്കാനും കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ, ചെറിയ ചില സാങ്കേതിക പ്രശ്നം കാരണം ഷഫീദിന്റെ റിപ്പോർട്ട് നമുക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അടുത്ത ബുള്ളറ്റിനിൽ ഷഫീദിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരും.